നമുക്ക് വേണ്ടി സാഹചര്യങ്ങൾ മാറുകയില്ല, സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മളാണ് മാറേണ്ടത്. അത്ഭുതം നടക്കുമെന്ന് പ്രതീക്ഷിക്കുക, എന്നാൽ അതിനുവേണ്ടി കാത്തിരിക്കരുത്. വിടരാനൊരു കാലമുണ്ട്, കൊഴിയാനും. ആസ്വദിക്കുന്നത് തെറ്റല്ല, ആഗ്രഹിക്കുന്നതാണ് തെറ്റ്. അടർത്തിയെടുക്കുന്നത് തെറ്റല്ല, ചവിട്ടി അരയ്ക്കുന്നതാണ് തെറ്റ്. അതിവിശ്വസ്തത സ്വയം ഒറ്റിക്കൊടുക്കലാണ്. സ്വയം ഒറ്റിക്കൊടുക്കുന്നതിനേക്കാൾ മോശമായ മറ്റൊന്നുമില്ല. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുകയുള്ളൂ. ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരുവൻ നിർഭാഗ്യത്തെ പഴി പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തി കളയില്ല. സ്നേഹം, അനുകമ്പ, ദയ ഇവയൊന്നും ചൊല്ലിപ്പഠിപ്പിക്കേണ്ടതല്ല, അവനവൻ്റെ ഉള്ളിൽ നിന്നും സ്വയം തോന്നേണ്ടതാണ്. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളോട് വിയോജിക്കാൻ ധൈര്യമുള്ളവനും അതേസമയം നിങ്ങളെ സ്നേഹിക്കുന്നവനുമായിരിക്കും. സഹനം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് തോന്നിയാലും നിരാശപ്പെടരുത്. സങ്കടങ്ങളുടെ ഓരോ രാത്രികൾക്ക് ശേഷവും സന്തോഷത്തിൻ്റെ പ്രഭാതങ്ങളുണ്ട്. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിച്ചവരെയാണ്. സ്നേഹിക്കുക, അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക, അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതൊരു ഉത്തരവാദിത്വമാണ്. സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുക, പരിഹാസങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക, അധ്വാനശീലം വളർത്തിയെടുക്കുക, തളർത്താൻ ശ്രമിക്കുന്നവർക്ക് മുൻപിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കുക. സഹനം നഷ്ടപ്പെടുമ്പോൾ സമാധാനം തേടി നിങ്ങൾ പോകേണ്ടത് സ്വന്തം ഹൃദയത്തിലേക്കാണ്. മറ്റാർക്കും അത് നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. ഒരു സ്ത്രീ നിങ്ങളോട് അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുന്നത് നിങ്ങളോടുള്ള ബഹുമാനവും വിശ്വാസവും കൊണ്ടാണ്. ദുർഘടങ്ങളായ വഴികളിലൂടെയും സന്തോഷത്തോടെ സഞ്ചരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മധൈര്യത്തെയാണ് കുറിക്കുന്നത്. അവരുടെ നിഷ്കളങ്കത അവരുടെ നല്ല മനസ്സിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലാതെ അവർ വിഡ്ഢികളാണെന്നല്ല.